നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേരള ജനപക്ഷം ബി.ജെ.പി. ലയനം ഈ മാസം 13-ന്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകരാൻ ലയനം സഹായിക്കുമെന്ന് പി.സി. ജോർജ്. പൊൻകുന്നം അട്ടിക്കലിൽ കാട്ടുപന്നിക്കൂട്ടം. റോഡ് മുറിച്ച് കടന്നെത്തിയ പന്നികൾ മൺപാത്രക്കടയിൽ നാശമുണ്ടാക്കി. കഞ്ചാവിന്റെ ലഹരിയിൽ കോട്ടയം എം.സി. റോഡിൽ യുവാവിന്റെ പരാക്രമം. അശ്രദ്ധമായി വാഹനമോടിച്ച് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു. യുവാവും യുവതിയും കഞ്ചാവുമായി പോലീസ് പിടിയിൽ. വാർത്തകൾ വിശദമായി. കേരള ജനപക്ഷം പാർട്ടി ബി.ജെ.പി. ഔദ്യോഗിക ലയനം ഈ മാസം 13-ന് തിരുവനന്തപുരത്ത് നടക്കും. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകരാൻ ഈ തീരുമാനത്തോടെ കഴിയുമെന്ന് പി.സി. ജോർജ് കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള ജനപക്ഷം പാർട്ടി ബി.ജെ.പി. ഔദ്യോഗിക ലയനം ഈ മാസം 13-ന് തിരുവനന്തപുരത്ത് നടക്കുമെന്ന് പി.സി. ജോർജ് പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഫെബ്രുവരി 13-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ലയന സമ്മേളനത്തിൽ അംഗത്വം നൽകുമെന്നും കേരള ജനപക്ഷം പാർട്ടിയുടെ 112 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ലയന സമ്മേളനത്തിൽ ബി.ജെ.പി. അംഗത്വം സ്വീകരിക്കുമെന്നും കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പി.സി. ജോർജ് പറഞ്ഞു. കേരള ജനപക്ഷം പാർട്ടി പിരിച്ചുവിട്ട് ബി.ജെ.പിയിൽ ലയിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ താൻ മത്സരിക്കണമോ എന്ന് പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നും പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കുമെന്നും കേരളത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 5 സീറ്റ് കിട്ടുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും പി.സി. ജോർജ് കൂട്ടിച്ചേർത്തു. കേരള ജനപക്ഷം പാർട്ടി പൂർണ്ണമായി ബി.ജെ.പിയിൽ ലയിക്കുന്നതാണ്. അന്ന് ജനപക്ഷം പാർട്ടിയുടെ 112 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, 112 പേരാണ് കമ്മിറ്റി അംഗങ്ങൾ. 112 സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും തിരുവനന്തപുരത്ത് വെച്ച് ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ്. അതിനുശേഷം ജനപക്ഷം പാർട്ടി എന്നൊരു പാർട്ടി കേരളത്തിലുണ്ടാവില്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ അറിയിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഇടത് വലത് മുന്നണികളിൽ നിന്നും ബി.ജെ.പിയിലേക്ക് വരുന്നവരുടെ ഒഴുക്കുണ്ടാകുമെന്നും അത് തടയാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്നും പി.സി. ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം അട്ടിക്കലിൽ കാട്ടുപന്നികൾ ഇറങ്ങി. 3 കാട്ടുപന്നികളാണ് തമ്പലക്കാട് ഭാഗത്തുനിന്നും വന്ന് റോഡിന് കുറുകെ ഓടിയത്. സമീപത്തെ മൺപാത്രക്കടയിലെ ചട്ടികൾ ഇവ പൊട്ടിച്ചു. കാട്ടുപന്നി ശല്യം മൂലം മലയോര മേഖലയിലെ ജനങ്ങൾ വലയുമ്പോൾ പാലാ പൊൻകുന്നം റോഡിൽ അട്ടിക്കൽ ഭാഗത്തും കാട്ടുപന്നികൾ ഇറങ്ങി. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെയാണ് അട്ടിക്കലിൽ 3 കാട്ടുപന്നികൾ റോഡ് ക്രോസ് ചെയ്ത് ഓടിയെത്തിയത്. തമ്പലക്കാട് മാന്തറ ഭാഗത്തെ കാട്ടുപ്രദേശത്തു നിന്നാണ് ഇവ എത്തിയതെന്ന് കരുതുന്നു. റോഡ് മുറിച്ചു കടന്ന് ഓടിയ ഇവ എതിർവശത്തെ മൺപാത്രക്കടയിലെ ചട്ടികളും പൊട്ടിച്ചു. രാവിലെ റോഡിലൂടെ വാഹനങ്ങൾ പാഞ്ഞു പോകുന്നതിനിടയിലൂടെയാണ് കാട്ടുപന്നികൾ റോഡ് മുറിച്ച് ഓടിയത്. കുറച്ച് കാൽനടയാത്രക്കാരും ഈ സമയം റോഡിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ലഹരി ഉപയോഗിച്ച് എം.സി. റോഡിലൂടെ അമിത വേഗതയിൽ വാഹനം ഓടിച്ച് നിരവധി വാഹനങ്ങളിലിടിച്ച് അപകടമുണ്ടാക്കിയ യുവാവും യുവതിയും പോലീസ് പിടിയിൽ. ഇവരുടെ വാഹനത്തിൽ നിന്നും 5 ഗ്രാം കഞ്ചാവും സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെടുത്തു. എം.സി. റോഡിലൂടെ അമിത വേഗതയിൽ കാറോടിച്ച് നിരവധി വാഹനങ്ങളിലിടിച്ച് അപകടമുണ്ടാക്കിയ യുവാവും യുവതിയും പോലീസ് പിടിയിലായി. കോട്ടയം ചിങ്ങവനത്ത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവമുണ്ടായത്. കായംകുളം വൃന്ദാവനം വീട്ടിൽ അരുൺകുമാറിനെയും ഒപ്പമുണ്ടായിരുന്ന 27-കാരിയായ യുവതിയെയുമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയത്. യുവാവ് ലഹരി ഉപയോഗിച്ചിരുന്നതായി പോലീസ് അറിയിച്ചു. ഇവരുടെ വാഹനത്തിൽ നിന്നും 5 ഗ്രാം കഞ്ചാവും ആഭരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കോട്ടയം മറിയമ്പള്ളി ഭാഗത്തു നിന്നും അമിത വേഗത്തിലെത്തിയ കാർ നിരവധി വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ വാഹനം തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്താതെ പോയി. പിന്നീട് ചിങ്ങവനത്ത് വെച്ച് പോലീസ് ക്രെയിൻ ഉപയോഗിച്ച് കാർ തടഞ്ഞു നിർത്തുകയായിരുന്നു. ചിങ്ങവനം സി.ഐ. പ്രകാശ്, എസ്.ഐ. സജീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചിങ്ങവനത്തു നിന്നും വണ്ടി തടഞ്ഞു ഇവരെ പിടികൂടിയത്. സംഭവത്തെ തുടർന്ന് എം.സി. റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരത്തിൽ ടി.ബി. റോഡിലെ ഹോട്ടലിൽ ജീവനക്കാർ ഏറ്റുമുട്ടി. ബ്ലേഡ് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഒരു ജീവനക്കാരന് ഗുരുതര പരിക്കേറ്റു. കോട്ടയം നഗരമധ്യത്തിൽ ടി.ബി. റോഡിലെ ഹോട്ടലിലെ ജീവനക്കാർ ഏറ്റുമുട്ടി. ബ്ലേഡ് ഉപയോഗിച്ച് ജീവനക്കാരന്റെ കഴുത്തിൽ മറ്റൊരു ജീവനക്കാരൻ മുറിവേൽപ്പിച്ചു. ഹോട്ടലിലെ ജീവനക്കാരൻ സാബുവിനാണ് പരിക്കേറ്റത്. ആക്രമണം നടത്തിയ വേണുഗോപാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. ആക്രമണത്തിന് ഇരയായ സാബു 2 ദിവസം മുൻപാണ് ഹോട്ടലിൽ ജോലിക്ക് എത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഹോട്ടലിനുള്ളിലുണ്ടായ തർക്കത്തെ തുടർന്ന് സാബുവും വേണുഗോപാലും ഏറ്റുമുട്ടുകയായിരുന്നു. ഇതിനിടെ വേണുഗോപാൽ കയ്യിൽ കരുതിയ ബ്ലേഡ് ഉപയോഗിച്ച് സാബുവിന്റെ കഴുത്തിൽ മുറിവേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സാബുവിനെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഹോട്ടൽ പോലീസ് അടച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
ലഹരിയുടെ ഉപയോഗം മൂലം ഒരു കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരികയാണ് മടക്കം എന്ന പേരിലിറങ്ങിയ സംഗീത ആൽബം. അധ്യാപികയും എഴുത്തുകാരിയുമായ ശ്രീകല ഇളംപള്ളിയാണ് ഗാനം എഴുതി ചിട്ടപ്പെടുത്തിയത്. ലഹരിയുടെ ഉപയോഗവും ലഹരി കൈമാറ്റവും സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് മനോഹരമായി പറഞ്ഞു തരികയാണ് മടക്കം എന്ന ഈ സംഗീത ആൽബം. അധ്യാപികയും എഴുത്തുകാരിയുമായ ശ്രീകല ഇളംപള്ളി എഴുതി ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് വാഴൂർ സാബുവാണ്. വിജോ ജോസ് സംവിധാനം ചെയ്ത ആൽബത്തിൽ സംഗീത് സോമൻ, ഷാർലറ്റ് സജീവ്, നിളായസ് നായർ, അഭിജിത്ത് PS, ശ്രീകല ഇളംപള്ളി, സതീഷ് ബാബു എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിക്കുയിലേ പൂങ്കുയിലേ പുലരുവോളം നീ കേകയായി. പുള്ളിക്കുയിലേ പൂങ്കുയിലേ പുലരുവോളം നീ കേകയായി. പൂമരക്കൊമ്പിലേ പൂനിലാവിൽ പാട്ടൊന്നും പാടാതിരിപ്പൂ. മനു പള്ളിക്കത്തോടാണ് ഛായാഗ്രാഹകൻ. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് നിഖിൽ മറ്റത്തിൽ മഠമാണ്. സുനിൽ പ്രയാഗ് ഓർക്കസ്ട്രയും അജിത്ത് പുതുപ്പള്ളി കലാസംവിധാനവും നിർവഹിച്ചിരിക്കുന്നു. പൂത്തുമ്പി മീഡിയയിലൂടെയാണ് ആൽബം പുറത്തിറക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ K. ഫ്രാൻസിസ് ജോർജ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. UDF സീറ്റ് വിഭജന ചർച്ച ഈ മാസം 14-ന് പൂർത്തീകരിച്ച ശേഷം കേരള കോൺഗ്രസ് നേതൃയോഗം ചേരും. തുടർന്ന് ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. സബ്സിഡി സാധനങ്ങൾ നിർത്തലാക്കിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടി. പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലായിൽ സപ്ലൈകോയുടെ മുന്നിൽ പ്രവർത്തകർ ധർണ നടത്തി. സബ്സിഡി സാധനങ്ങൾ നിർത്തലാക്കിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി പാലായുടെ നേതൃത്വത്തിൽ പാലാ സപ്ലൈകോയ്ക്ക് മുന്നിൽ ധർണ നടത്തി. 13 സബ്സിഡി ഇനങ്ങൾ ഉള്ളതിൽ ഒരിനം മാത്രമാണ് പാലാ സപ്ലൈകോയിൽ ഉള്ളത്. ആം ആദ്മി പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് തോപ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ ആശ്രയമായ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ വെളിച്ചെണ്ണയും മാത്രമേ അതിനകത്ത് സബ്സിഡി ഐറ്റം ഉള്ളൂ എന്ന് അവർ പറഞ്ഞു. അതുകൂടാതെ അവരുടെ ഇപ്പോൾ നോർമൽ മാർക്കറ്റിൽ കിട്ടുന്ന കുറേ ഐറ്റങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ വില നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ MRPയിൽ നിന്നും 3 മുതൽ 5% വരെ താഴ്ത്തി വെച്ചിരിക്കുന്ന എല്ലാം അതിൽ കുറഞ്ഞ് വിലയ്ക്ക് ഈ സാധനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഇവിടെ ആരാണ് വരുന്നത്? ആരും വരത്തില്ല. ജോയി കളരിക്കൽ, രാജു താന്നിക്കൽ, ഫാത്തിമ, ഫ്രാൻസിസ് പുത്തൻപുര, റോയി വെള്ളരിങ്ങാട്ട്, സിബി വരിക്കയാനിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. സ്മാർട്ടിലൂടെ കോട്ടയം ജില്ലയിലെ ആദ്യ ബിൽഡിംഗ് പെർമിറ്റ് പാലാ നഗരസഭയിൽ. നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൽ ഉദ്ഘാടനം നിർവഹിച്ചു. സോഫ്റ്റ്വെയറിലൂടെയുള്ള കോട്ടയം ജില്ലയിലെ ആദ്യ ബിൽഡിംഗ് പെർമിറ്റ് പാലയിൽ ലഭിച്ചു. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ ലൈസൻസിയായ സലാഷ് തോമസിന് പെർമിറ്റ് കൈമാറി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി പുരീടം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട്, മുൻ ചെയർമാൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര, കൗൺസിലർമാരായ ബൈജു കൊല്ലംപറമ്പിൽ, സന്ധ്യ ആർ, ബിജു പാലുപടവിൽ തുടങ്ങിയവരും പങ്കെടുത്തു. സ്മാർട്ട് എന്ന് പറയുന്ന കേരള സർക്കാർ രൂപം കൊടുത്ത ഏറ്റവും പുതിയൊരു സോഫ്റ്റ്വെയറാണ്. ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് കെട്ടിട നിർമ്മാണ അനുമതി ലഭിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ സോഫ്റ്റ്വെയറാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന IBPMS മറ്റ് സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു 18 ലെയറുകൾ മാത്രം വരച്ചുകൊണ്ട് അത് വരച്ചു തീർന്ന് അതിൽ നിന്നും ഓൺലൈനിലൂടെ ഫീസ് അടച്ചാൽ അര മിനിറ്റ് കൊണ്ടാണ് നമുക്കിതിൻ്റെ പെർമിറ്റ് ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള മധുരവേലി, കുറിച്ചി, മാടമ്പള്ളി, നെടുങ്കാവ് വയൽ എന്നീ ITIകളിലേക്ക് അപ്രന്റീസ് ക്ലർക്കുമാരെ നിയമിക്കുന്നു. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഫെബ്രുവരി 12. വിശദവിവരത്തിന് ഫോൺ 048125622503. ചിറക്കടവ് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ സഹകരണത്തോടെ 10-ാം തീയതി 9 മുതൽ 2 വരെ ലൈബ്രറി ഹാളിൽ സൗജന്യ അസ്ഥിരോഗ നിർണയ ക്യാമ്പ് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9495394592.
കേരള സർക്കാർ കേരള നോളജ് ഇക്കോണമി മിഷനിലൂടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും കുടുംബശ്രീ മിഷന്റെയും സഹകരണത്തോടെ എന്റെ തൊഴിൽ എന്റെ അഭിമാനം 2.0 പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി AK ജെയിംസ് സ്കൂളിൽ വെച്ച് 11-ാം തീയതി രാവിലെ 9 മുതൽ 3 മണി വരെ ജില്ലാതല തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 7025153443. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ജനപക്ഷം BJP ലയനം ഈ മാസം 13-ന് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകരാൻ ലയനം സഹായിക്കുമെന്ന് PC ജോർജ്. പൊൻകുന്നം അട്ടിക്കലിൽ കാട്ടുപന്നിക്കൂട്ടം റോഡ് മുറിച്ച് കടന്നെത്തിയ പന്നികൾ മൺപാത്രക്കടയിൽ നാശമുണ്ടാക്കി. കഞ്ചാവിന്റെ ലഹരിയിൽ കോട്ടയം MC റോഡിൽ യുവാവിന്റെ പരാക്രമം. അശ്രദ്ധമായി വാഹനമോടിച്ച് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു. യുവാവും യുവതിയും കഞ്ചാവുമായി പോലീസ് പിടിയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.